പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കാറുകളിലെ ഉള്ളിലെ സീറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന ഫംഗസ് ബാധയെക്കുറിച്ചാണ്. അപ്പോൾ ആ ഫംഗസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കാറുകളിലുണ്ടാകുന്ന ഫംഗസ് ബാധയെക്കുറിച്ചാണ്. ഫംഗസ് ബാധയെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ പൊടിക്കൈകളാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാറിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സീറ്റുകളിലുണ്ടാകുന്ന ഫംഗസ് ബാധകളാണ്. ഇതൊരു വെള്ള ഫംഗസാണ്, വെള്ളപ്പൂപ്പൽ. ഇത് മാറ്റുവാനുള്ള ചില പൊടിക്കൈകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇവിടെ മുഴുവൻ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഒത്തിരി നാളൊക്കെ വണ്ടി ഉപയോഗിക്കാതെയും പിന്നെ മഴക്കാലത്തൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കാതെയൊക്കെ കുറേ നാളത്തേക്ക് നമ്മളിങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ, തുറക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റുകളിലൊക്കെ ഇതുപോലുള്ള സീറ്റുകളിൽ ഇത് സീറ്റ് കവർ ഇടാത്ത ഇതാണ്. വണ്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പോലെ കവർ. പ്രത്യേകിച്ചും ഈ വെള്ള കളറിലുള്ള പൂപ്പലുകൾ കാണപ്പെടുന്നത് കൂടുതലായും മഴക്കാലത്തൊക്കെ നമ്മൾ വാഹനം ഉപയോഗിക്കാതെ ഇടുമ്പോഴാണ് കൂടുതലായിട്ട് ഈ വെള്ള പൂപ്പൽ നമുക്ക് ഈ സീറ്റുകളിൽ ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ാണെങ്കിൽ തന്നെ സീറ്റിൽ ഈ സീറ്റിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ ഫംഗസ് ബാധിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗമെല്ലാം തന്നെ ക്ലിയറാണ്. ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം ഇതിനു മുമ്പേ വന്നിട്ട് നമ്മൾ വേറെ കുറേ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് ക്ലീനാക്കി നോക്കിയതാണ്. എന്നിട്ടും വീണ്ടും ഇതേമാതിരി വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഈ സാനിറ്റൈസർ, പിന്നെ അതിനു മുമ്പാണെങ്കിൽ ഡെറ്റോൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ഒരു 2-3 പ്രാവശ്യം ക്ലീൻ ചെയ്തതാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു 2-3 ദിവസത്തിന് ശേഷം വീണ്ടും ഇതുപോലത്തെ ഫംഗസുകൾ നമുക്ക് ഈ സീറ്റുകളിൽ കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനാണ് ഇന്നത്തെ വേറൊരു പൊടിക്കൈയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനി എത്ര നാളത്തേക്ക് ഇങ്ങനെ പൂപ്പൽ വരാതിരിക്കാൻ കഴിയുമെന്ന് നമുക്കതേക്കുറിച്ച് അറിയത്തില്ല. നമുക്ക് ഏതൊക്കെയായാലും ആ പൊടിക്കൈകളൊന്ന് പ്രയോഗിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സീറ്റിലെ ഈ വെള്ള കളറിലുള്ള പൂപ്പൽ കളയാനായിട്ടാണ് ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ്, വെള്ള വിനാഗിരി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതാണ് വിനാഗിരി. ഈ വിനാഗിരി നമ്മളെടുത്ത് ഒരു തുണിയിലെടുത്ത് ഇത് തൂത്ത് നോക്കിയാൽ പോകുമെന്ന് നമുക്കൊരു പൊടിക്കൈ ഇങ്ങനെ ഒരാൾ പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് ഇതിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി ഇത് എന്തേരം പ്രയോജനം ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വിനാഗിരി ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലീനിങ് നമുക്ക് കാണാം. വിനാഗിരി ഒരു ചെറിയ ഗ്ലാസ്സിലേക്കോ ഒരു ചെറിയ പാത്രത്തിലേക്കോ ഒഴിച്ചിട്ട് നമുക്കൊരു തുണി ഉപയോഗിച്ച് നമുക്കിത് നനച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗങ്ങൾ നമുക്ക് ക്ലീനാക്കാം. അപ്പോൾ കൂടുതലായിട്ടും വിനാഗിരി ഒരു പരിധിവരെ ഇതിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ്. ഇത് കൂടുതൽ നമുക്ക് വരാതിരിക്കാനായിട്ട്, റിപ്പീറ്റഡ്ലി വരാതിരിക്കാനായിട്ട് ഉപകരിക്കുമെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്നോർത്ത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ വിനാഗിരി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ തുണി ഉപയോഗിച്ച് നനച്ചതിന് ശേഷം ഈ പൂപ്പലുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വിനാഗിരി ഒരു തുണി കൊണ്ട് നനച്ചതിന് ശേഷം സോഫ്റ്റായിട്ടുള്ള മൈക്രോഫൈബർ പോലത്തുള്ള തുണിയിൽ നനച്ചതിന് ശേഷം നമ്മൾ ഈ സീറ്റിൽ ഈ ഫംഗസ് ബാധിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ക്ലീൻ ആക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിത് എത്രമാത്രം ഉപകാരപ്പെടും എന്ന് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതുപോലെ വീണ്ടും നനയ്ക്കുക, എന്നിട്ട് ഈ ഫംഗസ് ഉള്ള ഭാഗങ്ങളിലേക്ക് ഇട്ട് നമ്മൾ ഇതുപോലെ തൂക്കുക. അപ്പോൾ ഇപ്പോൾ തൂക്കുമ്പോൾ തന്നെ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് എത്ര നാളത്തേക്ക് ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഫംഗസ് കാണുന്ന ഭാഗത്തല്ല ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തൂത്ത് കൊടുക്കാം. ഈ ഫംഗസ് വീണ്ടും വരാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയായിട്ട് ഞാനിതിനെ കാണിക്കുന്നില്ല. അപ്പം ഞാനും ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നതേ ഉള്ളൂ. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഉള്ള ഗുണനിലവാരം ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇതൊരു പൊടിക്കൈയാണ്. ഇത് എത്ര നാളത്തേക്ക് എങ്ങനെയാണെന്ന് ഒന്നും അറിയത്തില്ല. അപ്പം നമുക്ക് ഏതൊക്കെയാലും ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം പറ്റുന്നവർ ഇതുപോലെ വിനാഗിരിയൊക്കെ മേടിച്ച് ഒന്ന് ക്ലീൻ ആക്കുക. കാരണം ഈ ഫംഗസ് വണ്ടിയിലിരിക്കുന്നത് അത്ര നല്ലതല്ല. ഇതുകൊണ്ട് ഈ സീറ്റിൽ കംപ്ലീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ആക്കിയതായിരുന്നു. അതിനുശേഷം നോക്കുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴത്തേനും പിന്നെയും ശലിച്ച് വരാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ആക്കിയിരുന്നു. എന്നിട്ടും വലിയ മാറ്റമൊന്നും ഗുണമൊന്നും ലഭിച്ചില്ല. അതിനുശേഷമാണ് നമുക്ക് ഈ വിനാഗിരിയുടെ ടിപ്പ് കിട്ടിയത്. അപ്പോൾ ഈ വിനാഗിരി ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നോക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫംഗസ് ബാധിച്ചിരിക്കുന്നത് ഈ സീറ്റിലാണ്. അപ്പോൾ ഈ സീറ്റിൽ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അത്യാവശ്യം ഇത് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അപ്പോൾ അതിന് ശേഷം ഉള്ള റിസൾട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്, എത്ര നാളത്തേക്ക് ഇതിങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ പൊടിക്കൈ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഏകദേശം ഒരു 3-4 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാഹനം തുറന്ന് നോക്കാം അകത്ത് ഫംഗസിൻ്റെ ഇത് ബാധ കമ്മിയായോ കൂടുതലായോ എന്നുള്ളത്. നമ്മൾ വൈറ്റ് വിനേഗർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിരുന്നു. അതിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് നോക്കാം. 3 ദിവസത്തിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഏകദേശം സീറ്റ് നമ്മൾ ക്ലീൻ ആക്കിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം വലിയ പിന്നീട് ഫംഗസ് ബാധകളൊന്നും വന്നതായിട്ട് കാണുന്നില്ല. സീറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗം എല്ലാം തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത പോലെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഫംഗസ് ബാധകളൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഒരു നല്ലൊരു പൊടിക്കൈ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിനിയും കുറച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്നും കൂടെ വീണ്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സീറ്റിൽ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഇത് ഫംഗസ് അല്ല, അത് എന്തോ ചെളി പറ്റിയിരിക്കുന്നതാണ്, പിള്ളേർ കയറി ചാടുന്നതും അറിയുന്നതിൻ്റെയൊക്കെയാണ്. അപ്പോൾ സീറ്റെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫംഗസൊക്കെ പോയതിന് ശേഷം ക്ലിയറായി തന്നെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത് 3 ദിവസത്തിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ മറ്റുള്ളതൊക്കെ നമ്മൾ ഉപയോഗിച്ച് സാനിറ്റൈസറും ഡെറ്റോളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോഴാണെങ്കിലും തന്നെ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ഫംഗസ് ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇതിലത്തെ സീറ്റിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഫംഗസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം നമ്മൾ വൈറ്റ് വിനേഗർ ഉപയോഗിച്ച് ശേഷം ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നീട് പൂപ്പൽ ബാധ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പൊടിക്കൈ ആയിട്ടാണ് ഞാനിതിനെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഫംഗസ് ബാധ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഈ പൊടിക്കൈ ഒന്ന് ശ്രമിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് 3 ദിവസത്തിനുള്ളിൽ അത്യാവശ്യം നല്ല റിസൾട്ടാണ് ഇതിന് ലഭിച്ചത്. അപ്പോൾ ബാക്കി ഡെറ്റോള് സാനിറ്റൈസർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീനാക്കിയതിന് ശേഷം 3-ാമത്തെ ദിവസം നോക്കുമ്പോൾ പിന്നെയും ഫംഗസ് ബാധ ഉണ്ടായിരിക്കുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിച്ചത്. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വൈറ്റ് വിനേഗർ ഉപയോഗിച്ചുള്ള ക്ലീനിങ് ഒരു നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഫംഗസ് ബാധ ഉണ്ടാകുവാനായിട്ട് ഇടയുള്ള ഭാഗങ്ങളാണ് ഇതുപോലെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഏരിയകൾ, പിന്നെ ഈ ഭാഗങ്ങൾ, പിന്നെ ഈ സീറ്റിൻ്റെ സൈഡുകൾ, ഇവിടെയൊക്കെയാണ് പൂപ്പൽ ബാധകൾ ഉണ്ടാകുവാനായിട്ട് ചാൻസ് ഉള്ളത്. നമ്മുടെ ഈ സീറ്റിനും ഇവിടെയെല്ലാം ഫംഗസ് ബാധ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പിന്നീട് ബാധ ഒരു തരി പോലും വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് ക്ലീനായിട്ട് തന്നെ സീറ്റുണ്ട്. നമ്മളിന്ന് സംസാരിച്ച ഫംഗസുകളെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള പൊടിക്കൈകൾ എല്ലാം പൊടിക്കൈകൾ മാത്രമാണ്. ഇതെല്ലാം കൂടുതൽ കാലത്തേക്ക് ഉപകാരപ്പെടുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. അപ്പോൾ കൂടുതലായിട്ടും വാഹനങ്ങൾ ഇടയ്ക്ക് ഉപയോഗിക്കാനും വാഹനങ്ങൾ ഓടിക്കുവാനും കൂടുതൽ സമയത്ത് മഴക്കാലങ്ങളിലൊക്കെ കൂടുതൽ തണുപ്പുള്ള ഭാഗത്തൊക്കെ നമ്മൾ വണ്ടി ഇട്ട് കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇതുപോലുള്ള ഫംഗസുകൾ ഉണ്ടാകുവാനായിട്ട് കാരണമാകും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വാഹനം ഉപയോഗിക്കാനും സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഇതിനേക്കാളും നല്ല രീതിയിലുള്ള കൂടുതൽ മരുന്നുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കെമിക്കലുകളോ നമുക്ക് കൂടുതലും ലഭ്യമാണ് വിപണിയിൽ. അതേക്കുറിച്ച് കൂടുതൽ വിവരം എനിക്ക് അറിയത്തില്ല അതേക്കുറിച്ച്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലുള്ള ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ച് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പൊടിക്കൈകൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പം ഞാൻ ഈ വൈറ്റ് വിനേഗർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പം നിങ്ങളും ഇതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് ക്ലീൻ ചെയ്ത് വാഹനം നല്ല രീതിയിൽ സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.